ഹലോ ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ട്രാവൽ വിത്ത് രവിതയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമല്ലോ, അപ്പോൾ നമുക്കൊരു നല്ലൊരു പ്ലം കേക്കിംഗ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ആർക്കും വേണമെങ്കിലും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു പ്ലം കേക്കാണ്. അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാൻ 2 ഓറഞ്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്കിന്ന് നമുക്കിങ്ങനെ പീൽ ചെയ്തെടുക്കണം. ഉള്ളിലെ വൈറ്റ് ആ ഭാഗം വരാൻ പാടില്ല, നല്ല കൈപ്പുരസമാണ് അതിന്. അതുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ പീൽ ചെയ്ത് വെക്കുക. ഞാൻ 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, 1.5 കപ്പ് ഉണക്കമുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്, 1 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, 1.5 കപ്പ് മൈദ. നിങ്ങൾ ഏത് ഗ്ലാസ്സിലും എടുക്കുന്ന അതിൽ തന്നെ എടുത്താൽ മതി. 1 കപ്പ് ഷുഗർ പൗഡർ, ഷുഗർ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ സ്കിന്ന് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 ഗ്രാമ്പു, 2 ജാതിപത്രി, 7 ഏലക്കായ, കുറച്ച് കറുവപ്പട്ട. ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ജാതിക്കയുടെ പൗഡർ വേണം. അതിനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മുട്ട വേണം, കുറച്ച് വനില എസൻസ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദ നമുക്കൊന്ന് ഒരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കണം. ഞാനത് 1-2 തവണ അരിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഷുഗർ പൗഡർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു അടികട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഷുഗർ പൗഡർ ഇട്ടിട്ട് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ. ഇനി ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡറും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് അതിലും ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഷുഗർ പൗഡർ കൂടെ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷുഗർ പൗഡർ ഇവിടെ ക്യാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 3/4 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. ഓയിലൂടെ ചേർത്ത് കൊടുത്തിട്ട് എപ്പോഴും ഫ്ലെയിം ശ്രദ്ധിക്കണം, ലോ ടു മീഡിയം ഫ്ലെയിമേ ആകാവൂ. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1.5 കപ്പ് ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓറഞ്ച് പീൽ ചെയ്തേക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് സോഫ്റ്റായിട്ട് വരണം. എന്നിട്ട് നമുക്കത് തിളച്ച് വരുമ്പോൾ ഒന്ന് മാറ്റി വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ മാവിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ആദ്യമേ നിങ്ങൾക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഈ സ്പൈസസ് ഒന്ന് കുറച്ച് ഷുഗറും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ ആ മൈദമാവിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ ക്യാരമലൈസ് ആ മിക്സ് അത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സ്പൈസസ് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ജാതിക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് ടൂട്ടി ഫ്രൂട്ടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മൈദമാവ്, നേരത്തെ വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ്, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ ചേർത്ത് ആ മിക്സ് കൂടെ ഒന്നുകൂടെ അരിച്ച് അതിൽ ചേർത്ത് കൊടുത്തു. പിന്നെ മുട്ട ബീറ്റ് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്.
കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കേക്ക് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡെല്ലാം, ട്രേയുടെ സൈഡെല്ലാം കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് മൈദമാവ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്ക് മിക്സ് നമുക്ക് നമ്മുടെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മേളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി നമ്മൾ നേരത്തെ എടുത്ത ടൂട്ടി ഫ്രൂട്ടിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാഷ്യൂ മേളിലിങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറീസും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മളൊരു പാത്രം ഒരു 10 മിനിറ്റ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അടികട്ടിയുള്ളൊരു പാത്രമാണ് വേണ്ടത്. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, അടിക്ക് പിടിക്കാതിരിക്കാനാണ്. പഴയ പാത്രമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അതിനുള്ളിൽ ഞാനൊരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ പാത്രമാണ്. അതിലേക്ക് നമ്മുടെ കേക്ക് ട്രേ ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ 10 മിനിറ്റ് എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് നോക്കാം. അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചു വെക്കാം. നമ്മുടെ സൂപ്പർ പ്ലം കേക്ക് റെഡിയാണ്. വളരെ ഈസിയാണ്. എല്ലാവരും ഈ ക്രിസ്മസിന് വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നതിനെക്കാട്ടിൽ ടേസ്റ്റ് ഒരു പടി മുന്നിലാണ്. പ്രത്യേകിച്ച് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വളരെ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. അപ്പോൾ മറ്റൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ.